ഹായ് സ്റ്റുഡൻറ്. സോ നമ്മൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു പുതിയൊരു സബ്ജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. യെസ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. സോ നമ്മൾ ആൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇത് നമ്മുടെ ഒരു എക്സാമിനേഷനുള്ള ക്വസ്റ്റ്യൻ. സോ അതിൻ്റെ ഇമ്പോർട്ടൻസോട് കൂടെ നിങ്ങളത് കാണുന്നു. അതിന് മുമ്പായിട്ട് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് അല്ലേ, നമ്മൾ ഇതുവരെയും ഡിസ്കസ് ചെയ്ത് ഡബിൾ എൻട്രി. നമ്മൾ പറഞ്ഞു ഏതൊരു ഇവന്റ് അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷനും രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. അതിനെ നമ്മൾ ഡുവൽ കൺസെപ്റ്റ്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. സോ അതിനുശേഷം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടോപ്പിക്കാണ്. ദാറ്റ്സ് കോൾഡ് അക്കൗണ്ടിങ് ഫ്രം ഇൻകംപ്ലീറ്റ് പ്രോസസ്. എന്താണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മളവിടെ ഡുവൽ കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ ആ ഡുവൽ കൺസെപ്റ്റ് ഇല്ലാതെ ഓരോ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും. സോ ഇതെന്ന് പറയുന്നത് വേറൊരു സെറ്റ് ഓഫ് എന്താ പറയുക, റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ നമുക്ക് ചില ആളുകൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റമാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിസ്റ്റം. സോ അപ്പോൾ വേറൊരു സബ്ജക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കിയത് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ നോക്കാം. സോ നമുക്ക് ഈ ഒരു യൂണിറ്റിലേക്ക് വരാം. സോ ഇതുവരെ അപ്പോൾ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്തത്. ഇവിടെ നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം. എന്താണ് സിസ്റ്റം എന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ ഡിസ്കസ്. പിന്നെ ഇവിടെ കാര്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് രണ്ട് കാര്യം. ഒന്നെന്ന് പറയുന്നത് ക്യാഷ് ബുക്കും പേഴ്സണൽ ലെഡ്ജേഴ്സ്. വാട്ട് ഈസ് പേഴ്സണൽ ലെഡ്ജേഴ്സ്? നമ്മൾ സപ്പോസ് നമ്മൾ സാധാ നമ്മുടെ പുറത്തുള്ള ഒരു കട എടുക്കുന്നത്, അയാൾ ഈ സിസ്റ്റംസ് ഒക്കെ ഈ അക്കൗണ്ടിങ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ ഓരോ ആൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരിക്കലും അയാൾ ഫോളോ ചെയ്യും അല്ലേ? അയാൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ളതൊക്കെ റെക്കോർഡ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവർ പക്ഷേ റെക്കോർഡ് ചെയ്യും അയാൾക്ക് കിട്ടാനുള്ള പൈസ, അതുപോലെ തന്നെ അയാൾ കൊടുക്കാനുള്ള പൈസ, ഇതൊക്കെ അയാൾ റെക്കോർഡ് ചെയ്യും. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അയാളെ സംബന്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ. അതായത് ഇവിടെ പേഴ്സണൽ ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മൾ കുറേ ആൾക്കാർക്ക് പൈസ കൊടുക്കും. പേഴ്സണൽ ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള ലെഡ്ജറിനെ നമ്മൾ പേഴ്സണൽ ലെഡ്ജേഴ്സ്. സോ പേഴ്സണൽ ലെഡ്ജേഴ്സ് അതായത് കുറേ ആൾക്ക് നമുക്ക് പൈസ അങ്ങോട്ട് കൊടുക്കണം, കുറേ ആൾക്കാർ നമുക്ക് പൈസ കൊടുക്കണം. അപ്പോൾ അതിനെയാണ് പേഴ്സണൽ ലെഡ്ജർ. അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലെഡ്ജേഴ്സ്, നമ്മുടെ ഡെപ്റ്റേഴ്സിൻ്റെ ലെഡ്ജേഴ്സ്, നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെ, ഇവരെയാണ് നമ്മൾ പേഴ്സണൽ ലെഡ്ജേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും പേഴ്സണൽ ലെഡ്ജേഴ്സ് പ്ലസ് ക്യാഷ് ബുക്കും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റത്തിന് പറയുന്നത് എന്ത്, സിംഗിൾ എൻട്രി സിസ്റ്റം. ഇതിന് രണ്ട് പേരുണ്ട്. അക്കൗണ്ട്സ് ഓഫ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാലും സിംഗിൾ എൻട്രി സിസ്റ്റം അക്കൗണ്ടിങ് വേണ്ടതും സെയിം. എന്തൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്? ഫസ്റ്റ് വൺ, ടേക്ക് ദ മീനിങ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിന്റെ മീനിങ്? രണ്ടാമത്, എക്സ്പ്ലെയിൻ യൂസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. എന്തിനാണ് സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുന്നത്? വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം? ഓക്കെ, ഫ്രം ഇൻകംപ്ലീറ്റ്. എക്സ്പ്ലെയിൻ ദ അസർട്ടൈൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബൈ കൺവേർഷൻ മെത്തേഡ്. എങ്ങനെയാണ് ഇതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റും ലോസും നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഓക്കെ, എക്സ്പ്ലെയിൻ അസർട്ടൈൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബൈ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. രണ്ട് രൂപത്തിൽ നമ്മൾ, അതുപോലെ തന്നെ കൺവേർഷൻ മെത്തേഡിലും സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്, ഈ രണ്ട് രൂപത്തിലും നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യുന്നത്? അസർട്ടൈൻ ദ മിസ്സിംഗ് ഫിഗേഴ്സ് ഓഫ് ടോട്ടൽ ഡെപ്റ്റേഴ്സ്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് ആൻഡ് ക്യാഷ് ബുക്ക്. എങ്ങനെയാണ് ക്യാഷ് ബുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് ആരാണ് എങ്ങനെ, ക്രെഡിറ്റേഴ്സ് ആരാണ് എങ്ങനെ, അതൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഇതിൽ പഠിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് പഠിക്കുന്നത്? ഷെഡ്യൂൾ. അതുപോലെ തന്നെ അസർട്ടൈൻ ദ ക്യാപിറ്റൽ വിത്ത് ബിഗിന് പ്രിപ്പയർഡ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്. ക്യാപിറ്റൽ അസർട്ടൈൻ ചെയ്യുന്നത്, തീരുമാനിക്കും.
ബിഫോർ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അതൊക്കെ നമുക്ക് പഠിക്കും. അത് നമുക്ക് എന്ത് ചെയ്യും, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു ചാൻസ് ചെയ്യും. ഫസ്റ്റ്, അക്കൗണ്ടിങ് അല്ലെങ്കിൽ സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണ് എന്നുള്ള ഡെഫിനിഷൻ. കോളർ ഡിഫൈൻ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. നമ്മളൊരു ബുക്ക് കീപ്പിംഗ് ആണ് ഇൻ വിച്ച് ആസ് എ റൂൾ ഓൺലി റെക്കോർഡ് ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റൈൻ. ക്യാഷ് പേഴ്സണൽ റെക്കോർഡ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് എന്ത്, സിംഗിൾ എൻട്രി സിസ്റ്റം. ഇറ്റ് ഈസ് ഓൾവേസ് ഇൻകംപ്ലീറ്റ്. അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് അല്ല, മനസ്സിലായോ, ഇത് ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് ഇതിന്റെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നൊക്കെ പറയും. ഡബ്ല്യൂസിനും വേരിങ് വിത്ത് സർക്കംസ്റ്റാൻസ്. ഇതെന്താ ഒരു ഇൻകംപ്ലീഷൻ ഇതിലുണ്ട്. Sometimes single entry system mistakenly understood under this system only one aspect of transaction record this. Okay. Okay. This is not true. നമ്മൾ അതായത് ഒരു കാര്യം മാത്രം റെക്കോർഡ് ചെയ്യാന്നുള്ളതല്ല അതിനർത്ഥം എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം. The fact that the remained under this system while certain transaction both aspects are recorded, for others only one aspect recorded, some transactions are even ignored. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യുന്നു, ചിലതിൻ്റെയൊക്കെ ട്രാൻസാക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ, ഫസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെ? ഫസ്റ്റ് വൺ, സ്യൂട്ടബിലിറ്റി. ആർക്കാണ് ഈ ഇപ്പം നമ്മൾ പറഞ്ഞു മെജോറിറ്റി ആൾക്കാരും ഡബിൾ എൻട്രി സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. ആർക്കാണ് സ്യൂട്ടബിൾ ആവുക ഈ ഒരു മെത്തേഡ്? ദ സിസ്റ്റം സ്യൂട്ടബിൾ ഫോർ എ സ്മോൾ ബിസിനസ്. ഇത് ആർക്കാണ് ബിസിനസ് ഹെൽപ്ഫുൾ ആവുക? സ്മോൾ ബിസിനസ്, നമ്മുടെ ചെറുകിട ബിസിനസ്സുകാരുണ്ടാവില്ലടാ, ഒരു അക്കൗണ്ടന്റിനെയോ അല്ലെങ്കിൽ ഇവരൊന്നും ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ആളുകൾ ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം വേണം. സച്ച് ആസ് സോൾ ട്രേഡർ, ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ആള്, ഓർ പാർട്ണർഷിപ്പും, അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പും ചെറുതാണ്. ലിമിറ്റഡ് കമ്പനീസ് ഡ്യൂ ലീഗൽ പ്രൊവിഷൻ കനോട്ട് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്. ഇവിടെ ലീഗൽ പ്രൊവിഷൻ പല പല കമ്പനീസ് നമ്മുടെ അക്കൗണ്ടിങ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ഓക്കെ, ലീഗലി നിയമപരമായിട്ട് ചെയ്യൽ നിർബന്ധം. അവർക്കൊന്നും ഇത് ചെയ്യാൻ നടക്കില്ല. ഈ സിംഗിൾ എൻട്രി സിസ്റ്റം പോലെ അവർക്ക് ഡബിൾ എൻട്രി സിസ്റ്റം വേണം. ഇനി പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബുക്ക്. രണ്ടാമത്, ജനറലി എ ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് ഇൻ സിസ്റ്റം ഇൻ വിച്ച് ബിസിനസ് ആസ് വെൽ ആസ് പ്രൈവറ്റ് ട്രാൻസാക്ഷൻ ആസ് മിക്സഡ്. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൽ നോക്കിയേ എന്താ, ഇൻ വിച്ച് ബിസിനസ് ആസ് വെൽ ആസ് പ്രൈവറ്റ് ട്രാൻസാക്ഷൻ. ചിലപ്പോൾ ഡ്രോയിങ്സ് ഒക്കെ ഇതിൽ കയറി വരും, നമ്മുടെ ഈ ക്യാഷ് ബുക്കിൽ കയറി വരും. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് പേഴ്സണൽ ഇതുണ്ട്, പേഴ്സണൽ അക്കൗണ്ട്സ്. നോർമലി അണ്ടർ ദിസ് സിസ്റ്റം ഓൺലി പേഴ്സണൽ അക്കൗണ്ട് ആർ പ്രിപ്പയർഡ് ആൻഡ് റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട് ആർ അവോയ്ഡ്. ഇവിടെ റിയലും നോമിനൽ അക്കൗണ്ടും എന്ന് പറഞ്ഞാൽ രണ്ട് നോക്കുക, അത് അറിയണമെന്നില്ല. എന്നാലും പേഴ്സണൽ അക്കൗണ്ട് എന്താണ്, പേഴ്സൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സൺ ആയിട്ട് ഇതായത് ഇപ്പൊ ഡെബിറ്റ് നമ്മൾ കൊടുക്കാനുള്ള ആൾക്കാർ, നമുക്ക് തരാനുള്ള ആൾക്കാർ, നമ്മൾ കൊടുക്കാനോ വാങ്ങാനുള്ളതല്ല നമുക്ക് മെയിൻ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളതൊന്നും റെക്കോർഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ക്യാഷ് എന്താ പറയാ, നമുക്ക് ആ ക്യാഷ് ബുക്കിൽ കിട്ടുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ റിയൽ അക്കൗണ്ട് എന്ന നോമിനൽ അക്കൗണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല, സോ അതൊന്നും ഇവിടെ റെക്കോർഡ് ചെയ്യാം. No uniformity. This system differs from firm to firm because the same principles are not followed by the all. എല്ലാവരും ഒരേപോലെ അല്ല ഇതിൽ ചെയ്യുന്നത്, ഓരോരുത്തർക്ക് അനുസരിച്ച് ഇത് മാറാം. യൂണിഫോമിറ്റി ഇതിലില്ല. ഏതിൽ യൂണിഫോമിറ്റി ഉണ്ട്? ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ യൂണിഫോമിറ്റി ഇല്ല, എല്ലാവരും ഒരേപോലെ. Requirement of original voices. Usually under this system we have to depend on original voices for collecting necessary information. Original voices, അതായത് എന്താ voices എന്താണെന്നൊക്കെ നമ്മൾ ആൾറെഡി പഠിച്ചത്. അപ്പൊ ആ ഒറിജിനൽ വോയിസസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. In the absence of all normal and real accounts, final sum cannot presented easily. It is possible after converting the available information to double system, missing amount are determined by the trading and profit and loss can be prepared. ഈ ഡബിൾ എൻട്രി സിസ്റ്റം അല്ലാത്തതുകൊണ്ട് തന്നെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് ആക്ച്വലി ഡിഫിക്കൽട്ട് ആണ്. സോ അപ്പൊ ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ ഡബിൾ എൻട്രി ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിന്റെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. മനസ്സിലായോ? കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ. മനസ്സിലായോ? സ്കെയിലബിലിറ്റി,
suitability, preparation of cash book, preparation of personal, no uniformity ഇല്ല, requirement of original workers, preparation of ഇത്രയും എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയാണ് അതിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകത. ഇനി അപ്പൊ അതോടുകൂടെ അവിടെ കഴിഞ്ഞു. ഇനി അടുത്തതാണ് യൂസർ ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. എന്താണ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം? ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും ഇത് ഫോളോ ചെയ്യണം. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങൾ, യൂസേഴ്സ് എന്തിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കും. സോ നോക്കിക്കോ, യൂസേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിന്റെ എന്താണ് പ്രത്യേകത? ഫസ്റ്റ് സിമ്പിൾ മെത്തേഡാണ്. നമ്മുടെ ഡബിൾ എൻട്രി സിസ്റ്റത്തിന് പോലെ കോംപ്ലിക്കേറ്റഡ് അല്ല, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് വെരി സിമ്പിൾ മെത്തേഡ് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ എൻട്രി. ലെസ് എക്സ്പെൻസീവ്, കാര്യമായിട്ട് എക്സ്പെൻസീവ്, ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ഇറ്റ് ഈസ് കമ്പയർഡ് ടു ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. ഡബിൾ എൻട്രി സിസ്റ്റമായിട്ട് ഇതൊക്കെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ചെലവ് വളരെ കുറവാണ്. സ്യൂട്ടബിൾ ഫോർ സ്മോൾ കൺസേൺ, ഇറ്റ് ഈസ് മെയിൻലി യൂസബിൾ സ്മോൾ ബിസിനസ്സുകൾക്കാണ് ആദ്യം ഇത് സാധാരണ യൂസ് ചെയ്യുക. വൈൽ ലിമിറ്റഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ, വളരെ കുറച്ച് ട്രാൻസാക്ഷൻസ് ഉള്ളൂ. ആൻഡ് ഫ്യൂ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, കുറച്ച് അസറ്റും ലയബിലിറ്റീസ് മാത്രമേ. നോ നീഡ് ഫോർ നോളജ് ഓഫ് പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് കീപ്പിംഗ്, വലിയ നോളജ് ഒന്നും ആവശ്യമില്ല. നമ്മൾ കുറേ പ്രിൻസിപ്പിൾസ്, കുറേ എന്താ പറയുക, കൺവേർഷൻസ് ഒക്കെ കുറേ കാരണം ഡിസ്കസ് ചെയ്തില്ലേ, അതൊന്നും ഇവിടെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈസി ടു അസേർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ്, നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ. ദാറ്റ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് എ സിംഗിൾ എൻട്രി. ഓക്കെ, ചിലപ്പോൾ ഈ ബെനിഫിറ്റ്സ് ഒക്കെ ചോദിക്കും, അതുകൊണ്ട് നിങ്ങൾ ഇത് നോട്ട് ചെയ്യണേ. ഇനി ഇത് നെക്സ്റ്റ് വൺ ആണ് ലിമിറ്റേഷൻസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. എന്തൊക്കെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിന്റെ ലിമിറ്റേഷൻ? ഒന്ന്, അരിത്തമെറ്റിക്കൽ അക്യുറസി കനോട്ട് ബി പ്രൂവ്ഡ്. അരിത്തമെറ്റിക്കൽ അക്യുറസി, okay, the trial values cannot be proved, hence the arithmetic accuracy cannot be proved. ഇവിടെ നോക്കണേ, ഇവിടെ നമ്മൾ അരിത്തമെറ്റിക്കൽ അക്യുറസി കറക്റ്റ് ആണെന്നില്ല. അരിത്തമെറ്റിക്കൽ അക്യുറസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിൽ മേ ബി മിസ്റ്റേക്സ് വരാം. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചാൻസസ് ഓഫ് എറർ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അക്യുറസി കുറവ് എന്ന് പറഞ്ഞാൽ കൃത്യത കുറവ്, അരിത്തമെറ്റിക്കൽ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ. അപ്പൊ അങ്ങനത്തെ എറർ എന്തുണ്ട്, എറർ ഉണ്ടാവും, ചാൻസ് ഓഫ് എറർ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മിസ്റ്റീഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതുപോലെ എറേഴ്സിനൊക്കെ ചാൻസ് ഉണ്ട്. ഫ്രോഡ് റിമൈനിങ് അൺഡിക്റ്റഡ് ആർ ഹൈ. ആരെങ്കിലും എംപ്ലോയീസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഉഡായിപ്പ് കാണിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് ആരെങ്കിലും എടുത്തുകൊണ്ടായതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. കാരണം ട്രയൽ ബാലൻസ് ടാലിയാവില്ല, ബാലൻസ് ടാലിയാവില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ അങ്ങനെയുണ്ട്, ഇവിടെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കമ്പയർ വിത്ത് ഡബിൾ എൻട്രി സിസ്റ്റം. നോ കൺട്രോൾ ആണ് സെറ്റ്, അസറ്റിന്റെ മുകളിൽ ഒരു കൺട്രോളും ഇല്ല. ഓക്കെ, കാരണം അസറ്റ്സ് അക്കൗണ്ട് ആർ നോട്ട് മെയിൻറ്റെയിൻഡ്, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അസറ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അസറ്റ് വരുന്നതും പോകുന്നതും നമ്മളിവിടെ ചെയ്യില്ല. It is very difficult to give full control. കൺട്രോൾ ഉണ്ടാവില്ല. In order to avoid the misappropriation of assets. അസറ്റ്സ് ഒക്കെ വേറെ എന്തെങ്കിലും യൂസ് ചെയ്താലും നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. The profit cannot be known. True പ്രോഫിറ്റ് അറിയാം, പക്ഷെ ഏകദേശം കറക്റ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു എന്താണ് ഇത് കുറെ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ട്രൂ ആയിട്ടുള്ള പ്രോഫിറ്റ് ഇതൊക്കെ അറിയാൻ കഴിയും. കാരണം ട്രേഡിംഗ് അക്കൗണ്ട് അതുകൊണ്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അനലിസിസ് ഒക്കെ നമ്മളിവിടെ കിട്ടാറില്ല. The correct profit earned or loss suffered during the accounting periods are not known. എത്രയാണ് കറക്റ്റ് അക്കൗണ്ടിങ് പീരിയഡിൽ ഉണ്ടായെന്നുള്ളത് നമുക്ക് അറിയില്ല. പിന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് കാനോട്ട് ബി ജഡ്ജ്ഡ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ബാലൻസ് ഷീറ്റ് കോൾഡ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അഫയേഴ്സ് ഉണ്ട്. ഇവിടെ ബാലൻസ് ഷീറ്റിനെ ഇവിടെയും ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. നോക്കി നിങ്ങൾ ഏത് കേസിൽ നോക്കിയാലും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റ് നമ്മളിവിടെ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയും. ഓരോ പേരിട്ട് ചോദിക്കും. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അൺസാറ്റിസ്ഫാക്ടറി. നമ്മൾ എല്ലാ ഇൻഫർമേഷൻ കിട്ടിയതിന് അടിസ്ഥാനത്തിലാണ് നല്ലത് പ്രിപ്പയർ ചെയ്യുന്നത്. ചില നമ്മൾ എന്താ പറയുക അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുത്തും. അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൽ ലെങ്ത് കുറയും,
ക്വാളിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ക്വാളിറ്റി കുറയാൻ. പിന്നെ the assets and the liabilities are provided from the records are put on the physical inspection on the exchange basis. അങ്ങനെ കുറെ എന്തായാലും എന്തുണ്ട് അഡ്ജസ്റ്റ്മെന്റ്സുകൾ ഇവിടെ വരുത്തുന്നു. പിന്നെ നോ ഇന്റേണൽ ചെക്ക്, ഇന്റേണൽ ആയിട്ടുള്ള ഒരു ചെക്കും ഇല്ല. ചെക്ക് എന്ന് പറയുന്നത് എറർ ഉണ്ടോ എറർ ഇല്ല എന്നുള്ളതൊക്കെ അറിയാനുള്ള നമ്മൾ പല പല ചെക്കുകൾ നമ്മൾ എവിടെ നടത്തി, ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നടത്തി. ആ ചെക്കൊന്നും എവിടെ ഇല്ല. ഡിഫിക്കൽട്ട് ടു അസൈറ്റിംഗ് ബിസിനസ് വാല്യൂ, ബിസിനസ് എത്രത്തോളം വേർത്തിയാണ്, ബിസിനസിന്റെ വില നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഡബിൾ എൻട്രി സിസ്റ്റം ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കണക്കാക്കും, ഇവിടെ അത് കഴിയും. ഇൻഅഡിക്വേറ്റ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, എന്താ ഒരു കാര്യം പ്ലാൻ ചെയ്യണം. പിന്നെ സ്മാൾ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യം ഉണ്ടാവാറില്ല, അതുകൊണ്ടുകൂടിയാണ്. അപ്പൊ ഇൻഅഡിക്വേറ്റ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെ പലപ്പോഴും ഇതിൽ ഡിഫിക്കൽട്ട് ആയിട്ട് വരാറുണ്ട്. ഇൻകംപ്ലീറ്റ് ആൻഡ് അൺസയന്റിഫിക് സിസ്റ്റം, ഇൻകംപ്ലീറ്റ് ആണ് ആൾറെഡി പറഞ്ഞ പേര് തന്നെ ഉണ്ട്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ് ആൻഡ് അൺസയന്റിഫിക്, സയന്റിഫിക് അല്ല. പിന്നെ കമ്പാരിറ്റീവ് സ്റ്റഡീസ് ഡിഫിക്കൽട്ട്, നമുക്ക് ഇപ്പൊ എന്തിനാ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ വർഷമായിട്ടൊക്കെ ഇപ്പൊ കമ്പാരിറ്റീവ് സ്റ്റഡീസ്, അതായത് വേറൊരു ബിസിനസ് ആയിട്ട് ടച്ച് ചെയ്യാം. സപ്പോസ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്, വേറൊരു കമ്പനി ഡബിൾ എൻട്രി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതൊക്കെ കമ്പയർ ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ലിമിറ്റേഷൻസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ പഠിച്ചു വെച്ചാൽ ചോദിക്കാൻ വേണ്ടി. ഇനി എങ്ങനെയാണ് അസർട്ടൈൻ പ്രോഫിറ്റ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റിലോട്ട് എത്തുന്നത്? വി നോ ദ മെയിൻ പർപ്പസ് ഓഫ് ബിസിനസ് ടു ഏൺ പ്രോഫിറ്റ്, NPO അല്ലല്ലോ. ഇവിടെ എന്തെന്നെയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് കണക്കാക്കാൻ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എവറി ബിസിനസ് ഓണർ therefore decide how to whether is profit increase or loss with certain profit generally the end of. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ഏത് ബിസിനസ് ഓണറിനും എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടായി അല്ലെങ്കിൽ എത്രത്തോളം നഷ്ടം സംഭവിച്ചു എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പറയാൻ പോകും. ഇൻഫാക്ട് അസൈൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് ആർ മോർ എസെൻഷ്യൽ ഇൻ ദ ബിസിനസ് ഹാപ്പൻസ് ടു പാർട്ണർഷിപ്പ്. സോ അതാണ് എന്ത് മെയിൻ മെത്തേഡ്, അതായത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. നോക്കട്ടെ, ദർ ആർ 2 മെത്തേഡ്സ് ആൻഡ് അസർട്ടൈൻ ദ ബിസിനസ്. ഓക്കെ, ഇത് ഈ ഒരു മെത്തേഡ്സിൽ രണ്ട് രൂപത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പ്രോഫിറ്റിലോട്ട് എത്താൻ പറ്റുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഫസ്റ്റ് വണ്ണാണ് നെറ്റ് വർത്ത് മെത്തേഡ് ഓർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. നമ്മൾ പറഞ്ഞാൽ നേരെ ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, ബാലൻസ് ഷീറ്റിന്റെ മറ്റൊരു പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈ കേസിൽ. സോ നെറ്റ് വർത്ത് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. വേറൊരു മെത്തേഡ് ഉണ്ട് കൺവേർഷൻ മെത്തേഡ്. അപ്പൊ ഈ ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആണ്, ഒരു വർഷത്തിൽ പ്രോഫിറ്റ് ആണ് ലോസ് ആണ് മനസ്സിലാവും. ഇനി ഫസ്റ്റ് വണ്ണാണ് നെറ്റ് വർത്ത് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് അതിന്റെ പേരാണ് എന്ത്, നെറ്റ് വർത്ത് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. എന്താണ് ഇവിടെ ഡെഫിനിഷൻ പറയുന്നത്? A statement of affairs is a statement for all assets and liabilities. The difference between the amount of the two sides are taken are capital. Statement of affairs എന്താ, ഇതില് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. All assets and liabilities റെക്കോർഡ് ചെയ്യും. The difference between the amount of two, അതായത് അസറ്റ് മൈനസ് ലയബിലിറ്റി നമ്മൾ എന്തായിട്ട്, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ക്യാപിറ്റൽ. അസറ്റ് മൈനസ് ലയബിലിറ്റി ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ക്യാപിറ്റൽ ആയിട്ട് കൺസിഡർ. ഇതുണ്ടോ, ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സും ടോട്ടൽ ലയബിലിറ്റി. അപ്പൊ നമ്മുടെ ഈ ക്യാപിറ്റൽ കൂടി, ക്യാപിറ്റലിലുള്ള ഡിഫറൻസ് ആണ് ആക്ച്വലി ഇവിടെ ഇപ്പോൾ പ്രോഫിറ്റ് ആയിട്ട് കാണിക്കുന്നത്. ഫസ്റ്റ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന് 2 സൈഡ്സ് ഉള്ളത്. ഒന്ന് റൈറ്റ് ഹാൻഡ് സൈഡും ഫോർ അസറ്റ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ അസറ്റ് എഴുതും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ലയബിലിറ്റീസ് എഴുതും. ഓക്കെ, വേരിയസ് സോഴ്സസ് നിന്നൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ക്യാഷും പേഴ്സണൽ ലെഡ്ജറും മാത്രമേ നമ്മൾ കീപ്പ് ചെയ്യുള്ളൂ. ഓക്കെ,
ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ അസർട്ടൈൻ ബൈ ദ പ്രിപ്പയറിംഗ് സ്റ്റോക്ക് ഷീറ്റ്, സ്റ്റോക്ക് ഇൻ ഹാൻഡ്. നമ്മൾ എന്ത് ചെയ്യും, പല പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് സ്റ്റോക്ക് കണ്ടെത്തും. അഡ്ജസ്റ്റ്മെന്റ്സ് ഫോർ capital loss. If the proprietor bought in some additional capital during there, it should be deducted from the capital at the end. Okay. അതായത് ഇപ്പോൾ സപ്പോസ് നോക്കടാം, 1,00,000 വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ കുറേ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തു, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അസറ്റ് മൈനസ് ലയബിലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഉള്ളൂ. ക്യാപിറ്റൽ കിട്ടിയപ്പോൾ അത് 2,00,000 മാറിയിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 1,00,000 എന്ന് പറയുന്ന ക്യാപിറ്റൽ എന്തായി? 2,00,000. അതായത് ഇവിടെ 1 lakh എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? പ്രോഫിറ്റ്. അങ്ങനെയാണ് ഇതിൽ ആക്ച്വലി കാണുന്നത്. അതൊക്കെ നമ്മൾ വഴി ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇനി അഡ്ജസ്റ്റ്മെന്റ് റോഡ്. അപ്പൊ നമ്മുടെ ഇവിടെ ക്യാപിറ്റൽ ഇപ്പൊ സപ്പോസ് ഈ 2,00,000 ആവുന്നതിന്റെ ഇടയ്ക്ക് നമ്മളൊരു 50,000 ഇതിൽ ക്യാപിറ്റലിന്റെ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 50,000 ഇതിൽ കുറക്കാം. അപ്പൊ എത്ര പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ? 50,000. അതാണ് ഇവിടെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അഡീഷണൽ ആയിട്ട് ഒരു ക്യാപിറ്റൽ കൊണ്ടുവന്നെങ്കിൽ അതുകൂടെ കുറയ്ക്കാനും പറ്റും. ഇനി അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് ഡ്രോയിങ്സ്. ഇനി ഡ്രോയിങ്സ് ഉണ്ടാവുമല്ലോ, അതെന്താ ചെയ്യുന്നത്? പ്രോപ്പർട്ടി ഷുഡ് ബി ആഡഡ് ദ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്. ഓക്കെ. ഇനി ക്യാപിറ്റൽ നമ്മൾ ലാസ്റ്റ് കാണുമ്പോൾ ഡ്രോയിങ്സ് ഉണ്ടെന്ന്, അതായത് ഒരു വർഷം ക്യാപിറ്റൽ തുടങ്ങിയ സമയത്ത്, കമ്പനി തുടങ്ങിയ സമയത്ത് 1,00,000 ക്യാപിറ്റൽ. ആഫ്റ്റർ 2 വർഷം നമ്മൾ ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയും. ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2,00,000. ഇതിന്റെ ഇടയ്ക്ക് ഇയാള് ഒരു 50,000 ഈ കമ്പനിയിൽ നിന്ന് വലിച്ചിരുന്നു. അപ്പോൾ ഈ 50,000 വലിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ക്യാപിറ്റൽ ഉള്ളത്. അപ്പൊ ശരിക്കും ഇത് വലിച്ചിട്ടില്ലെങ്കിൽ ക്യാപിറ്റൽ ആക്ച്വലി എത്ര ആവുമായിരുന്നു? 2,50,000 ആവുമായിരുന്നില്ല. അപ്പോൾ പ്രോഫിറ്റ് 1,00,000 2,50,000 ആയപ്പോൾ 1,50,000 എന്ന് പറയുന്നത് പ്രോഫിറ്റ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡ്രോയിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അറ്റ് ദ എൻഡ് ദ ഡ്രോയിങ്സ് നോട്ട് ബി വെരി ദ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്. അതുകൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്താലേ നമുക്ക് കിട്ടും. പ്രോഫിറ്റ് ഇങ്ങനെ ഇനി കാണാൻ നോക്കിക്കോ. ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഇക്വേഷൻ നോക്കിയോ. ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് പ്ലസ് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്. അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, മൈനസ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്, വർഷത്തിന്റെ തുടക്കമുള്ളത്. ഇതാണ് പ്രോഫിറ്റ്. ശ്രദ്ധിച്ച് കേട്ടോ. ഇങ്ങനെയാണ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ. എന്ന് ഇങ്ങനെ സിംഗിൾ എൻട്രി. ക്യാപിറ്റൽ അറ്റ് എൻഡ് പ്ലസ് ഡ്രോയിങ്സ് എങ്കിലും ഉണ്ട്, അത് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മൈനസ് ചെയ്യുക, പിന്നെ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് അതെന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഇത് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും എന്ത്? നമ്മുടെ പ്രോഫിറ്റ്. മനസ്സിലാവുന്നുണ്ട്? ഇനി the above formula shown as the statement. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ. ഇവിടെ നമ്മൾ സപ്പോസ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്, നമ്മൾ ഒരു വർഷത്തിന്റെ ഇത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് എന്ത് കാണും? നമ്മൾ അവിടുന്ന് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യും. സപ്പോസ് അത് 2 lakh ആണെന്ന് വിചാരിച്ചു. 2 lakh. ഡ്രോയിങ്സ് ഡ്രൂ ഇൻ ഇയർ, അതായത് ഓണർ തിരിച്ചെടുത്ത ഫണ്ടാണ് ഡ്രോയിങ്. അതൊരു 50,000 ഉണ്ടെന്ന് വിചാരിച്ചു. 50,000. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അഡീഷണൽ എന്തായാലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ 10,000. ഇതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, ഇത് മൈനസ് ചെയ്യണം. പിന്നെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ഉണ്ട്, അത് ലെസ് ബിഗിനിൽ 1,00,000 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് കുറക്കുന്നതാണ്. ഇത്രയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് ഇത്. ഇത് മാത്രം ഇതിൽ ആഡ് ചെയ്യേണ്ടത്, ഡ്രോയിങ്സ് മാത്രം ആഡ് ചെയ്യണം, ബാക്കിയൊക്കെ ലെസ് ചെയ്യും. സോ അങ്ങനെ ലാസ്റ്റ് കിട്ടുന്നതാണ്. അതൊരു നമുക്കൊരു പോസിറ്റീവ് നമ്പർ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും ആഡ് ചെയ്തൊന്നും കുറച്ചിട്ടും കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് നമ്പർ ആണ് കിട്ടണമെങ്കിൽ പ്രോഫിറ്റും, നെഗറ്റീവ് നമ്പർ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോസ് എന്നാണ് വിളിക്കുക. ഓക്കെ. ഇപ്പൊ ഇനീഷ്യൽ ക്യാപിറ്റലിനേക്കാളും ക്യാപിറ്റൽ ഇപ്പോൾ കുറഞ്ഞെന്ന് വിചാരിച്ചു. ലോസ് എന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവ് കിട്ടണമെന്നില്ല, ലാസ്റ്റ് കിട്ടുന്നത് ഇനീഷ്യൽ ക്യാപിറ്റലിനേക്കാളും, ഇനീഷ്യൽ ക്യാപിറ്റൽ നമ്മൾ കുറച്ചല്ലേ. അപ്പൊ ഇവിടെ പോസിറ്റീവ് നമ്പർ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിന് പ്രോഫിറ്റ് എന്നും, നെഗറ്റീവ് നമ്പർ ആണ് കിട്ടുന്നത് അത്രയും ലോസ് ആണ്. മനസ്സിലായോ? ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം 31st December 2000. കിട്ടിയോ? ഇങ്ങനെയാണ് നമ്മൾ ഇതിന് പ്രോഫിറ്റ്. അതിന്റെ പോലെ കച്ചവടത്തിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നില്ല? ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, മറ്റേ പ്രോഫിറ്റ്, ഇതേ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനൊന്നും ഒറ്റ പ്രോഫിറ്റ്. ഇവിടെ കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വഴിയെ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഇല്ലസ്ട്രേഷൻ വന്നത്. സോ നോക്ക്, റാം മെയിൻറ്റെയിൻസ് ബുക്ക് ഓൺ സിംഗിൾ എൻട്രി സിസ്റ്റം. റാം ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏത് മെത്തേഡിലാണ്? സിംഗിൾ എൻട്രി സിസ്റ്റം. ഹി ഗിവ്സ് യു
ഈ ഇൻഫർമേഷൻ താഴെ പറയുന്ന ഇൻഫർമേഷൻസ് ആര് തന്നിട്ടുണ്ട്? രാമു തന്നിട്ടുണ്ട്. സോ എന്തൊക്കെ തന്നിട്ടുള്ളത് നോക്കാം. ക്യാപിറ്റൽ ഓൺ 1 ഏപ്രിൽ 2000. ഇവിടെ നോക്കിക്കോ, ഇവര് നമ്മുടെ എന്താ പറയാ നോർമൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇയർ അല്ല, നമ്മുടെ കലണ്ടർ ഇയർ അല്ല യൂസ് ചെയ്യുന്നത്, അക്കൗണ്ടിങ് ഇയർ. അതുകൊണ്ട് 1 ഏപ്രിൽ ആണ്. 60,800 രൂപ ഉണ്ട് ക്യാപിറ്റൽ ഓൺ 1/2023. അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 1 ഏപ്രിൽ 2023 ആണ്. ക്യാപിറ്റൽ ഓൺ 1 ഏപ്രിൽ 2014, അതായത് ഒരു വർഷം കഴിഞ്ഞു. അപ്പൊ എത്ര ആയിട്ട് മാറിയിട്ടുണ്ട്? ക്യാപിറ്റൽ കൂടി 67,000. ഡ്രോയിങ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 2013 to 2014 മാർച്ച് വരെ എത്ര? 19,200 രൂപ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. ഡ്രോയിങ് ചെയ്യാൻ വലിച്ചിട്ടുണ്ട്, ബിസിനസ് ഓണർ എടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ആഗസ്റ്റ് 8,000 ക്യാപിറ്റൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളുണ്ട് യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പൊ നമ്മൾ ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ എടുക്കുക, അതായത് ആ തുടക്കത്തിലുള്ള ഇത്. എന്നിട്ട് എന്താ പറഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷനിലൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. അപ്പൊ ആഡ് ഡ്രോയിങ്സ് ആഡ് ചെയ്ത് എത്ര? ഇത് പ്ലസ് ആണ് കേട്ടോ, പ്ലസ് 19,200. അപ്പൊ എത്ര കിട്ടി? 86,800. അതിൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് എത്ര? 8. അത് കുറച്ചു. അത് കുറക്കണ്ടേ? ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് കുറക്കല്ല വേണ്ടേ? നമ്മുടെ ഇക്വേഷനിൽ എഴുതിയിട്ടുണ്ടോ? അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് പറഞ്ഞാൽ കുറച്ചുകൂടെ പൈസ പിന്നീട് ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നു, അത് കുറയ്ക്കാനായി പറയുന്നു. അത് കുറച്ചു 8,000. അപ്പോൾ എത്രയായി? 78,800 ആയി. എന്നിട്ട് ഇനീഷ്യൽ ക്യാപിറ്റൽ എത്ര? എന്നിട്ട് ഇനീഷ്യൽ ക്യാപിറ്റലിൽ കുറക്കണം. ഇക്വേഷൻ ഉണ്ടാവും ഇനീഷ്യൽ ക്യാപിറ്റൽ ആൻഡ് ബിഗിനിങ്, അതായത് ആ ഇയറിന്റെ തുടക്കത്തിലുള്ള ക്യാപിറ്റൽ കൂടെ കുറയ്ക്കണം. അപ്പൊ കുറച്ചു. അപ്പൊ കുറച്ചപ്പോ എത്ര കിട്ടി? 18,000 പ്രോഫിറ്റ്. ഓക്കെ, ഇതുപോലെ ഇല്ലുസ്ട്രേഷൻ 2 നിങ്ങളൊന്ന് ചെയ്ത് നോക്കാവോ? സിമ്പിൾ ആണ്. ഇല്ലുസ്ട്രേഷൻ 2 നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഇനി ഇല്ലുസ്ട്രേഷൻ 3. The following the positions of Aravind 31st മാർച്ച് 2023 to 31st മാർച്ച് 2014, അതായത് ഒരു വർഷത്തിൽ തന്നിട്ടുണ്ട്. ക്യാഷ് തന്നിട്ടുണ്ട്, അതായത് 2 അക്കൗണ്ടിങ് ഇയറിലെ ബാലൻസസ്. ഓക്കെ, ഇക്വേഷൻ ഇല്ലുസ്ട്രേഷൻ 2 നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ അത് ബാലൻസസ് ആണ്. ഇത് എന്ന് പറയുന്നത് 31st മാർച്ചില്, ഇത് 31st മാർച്ച് 2014, അതായത് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഫസ്റ്റ് എത്ര ക്യാഷ് ഉണ്ടായിരുന്നു? 2,000 ഉണ്ടായിരുന്നു. പിന്നെ അത് 1,800 ആയി. പിന്നെ സൺട്രി ഡെപ്റ്റേഴ്സ് 78,000 ഉണ്ടായിരുന്നു, 90,000 ആയി. സ്റ്റോക്ക് 68,000 ഉണ്ടായിരുന്നു, 64,000 മാറി. 1,20,000 പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ടായിരുന്നു, അത് 1,60,000 ആയി. സൺട്രി ക്രെഡിറ്റേഴ്സ് കിട്ടാനുള്ളത് എത്ര ഉണ്ടായിരുന്നു? 30,000 ഉണ്ടായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 29,800 ആയി. ബിൽസ് പേയബിൾ ഒന്നും ഉണ്ടായിരുന്നില്ല, അത് പിന്നെ 10,000 ആയിട്ട് മാറി. ഡ്യൂറിങ് ദ 2013-14 ആ ഫൈനാൻഷ്യൽ ഇയറിൽ ഇൻട്രൊഡ്യൂസ്ഡ് 20,000 ആസ് ന്യൂ ക്യാപിറ്റൽ. കുറച്ച് ക്യാപിറ്റൽ കൊണ്ടുവരും ചെയ്തു. എത്ര രൂപ? 20,000. ഹി വിഡ്രോ 6,000 എവ്രി മന്ത് ഫോർ ദ ഹിസ് ഹോസ്പിറ്റൽ എക്സ്പെൻസ്. 6,000 രൂപ വെച്ച് ഓരോ മാസം എന്ത് ചെയ്തു? വിഡ്രോയും ചെയ്തു. അതായത് 6,000 ഇൻറ്റു 12 എത്ര വരും? 60,000 പിന്നെ 72,000 വരും ഇൻറ്റു. ഇപ്പൊ ഇത്ര അയാൾ ഡ്രോയിങ്സ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അസർട്ടൈൻ ദ പ്രോഫിറ്റ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് ദി ഇയർ എൻഡ്. പ്രോഫിറ്റ് എത്രയാണ് അല്ലെങ്കിൽ ലോസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ്. ഇത് രണ്ടും നമ്മൾ ഇക്വേഷൻ വെച്ച് യൂസ് ചെയ്യും. അപ്പൊ നോക്കിക്കോ, ഇവിടെ നമുക്ക് കുറെ ബാലൻസസ് തന്നെ. ഇപ്പൊ ഇതെങ്ങനെയോ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അഫയേഴ്സ്, ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിക്കോ. ഇതിന്റെ കാര്യങ്ങൾ അവിടെ കുറെ കാര്യങ്ങൾ ഇവിടെ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഈ ഇല്ലുസ്ട്രേഷനിലൂടെ എന്ത് ചെയ്യാം? മനസ്സിലാക്കാം എങ്ങനെയാണ്. ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ആണ് അല്ലേ? അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നമ്മൾ പ്രോഫിറ്റ് എന്നാണ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാന്നറിയാം. ക്യാപിറ്റൽ തന്നിട്ടുണ്ട് ഇവിടെ. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ക്യാപിറ്റൽ 20,000, അതവിടെ നിൽക്കട്ടെ. സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അഫയേഴ്സ്. സോ ഇത് നമ്മൾ നോക്കിക്കോ. ആദ്യം നമുക്ക് ക്യാപിറ്റൽ അറിയണം. പക്ഷെ ഇവിടെ ക്യാപിറ്റൽ അവർ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. പക്ഷെ ക്യാപിറ്റൽ നമുക്ക് കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ, ഇത്രയും ഇൻഫർമേഷൻ നമ്മുടെ അടുത്ത് ആകെ ഉള്ളൂ എന്നാ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു ബിസിനസ് ആയിരിക്കും. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം അല്ലെ? നമ്മൾ ഇവിടുത്തെ ബാലൻസ് ഷീറ്റിനെ പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അപ്പൊ ഇവിടെ നമ്മുടെ 2 ഡേറ്റ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത്
2013 മാർച്ച് 2014 മാർച്ച് ആദ്യം നമുക്ക് 2013 മാർച്ചിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഫൈനാൻസ് അതായത് ബാലൻസ് ഷീറ്റ് അത് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നോക്കിക്കോ, അപ്പൊ ഈ ബാലൻസുകൾ മാത്രം എടുത്താൽ മതി. അപ്പോൾ അത് എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതിന് നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ. ക്യാഷ് ഏത് സൈഡിൽ എഴുതണം? അസറ്റ് സൈഡിൽ എഴുതി. സൺട്രി ഡെപ്റ്റേഴ്സ് ഏത് സൈഡിൽ എഴുതണം? അസറ്റ് സൈഡ്. സ്റ്റോക്ക് ഉണ്ട് അന്നത്തെ സ്റ്റോക്ക് 68,000. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അസറ്റ് 1,20,000. എല്ലാം പാടെ ആഡ് ചെയ്ത് എത്ര കിട്ടി? 2,68,000. ഇനി ലാബിലിറ്റീസ് എന്ത് മാത്രമേ ഉള്ളൂ? സൺട്രി ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ബിൽസ് പേബിൾ ഇല്ല. ബിൽസ് പേബിൾ 0. സൺട്രി ക്രെഡിറ്റേഴ്സ് എഴുതി 30,000. ബാക്കി വരുന്ന ഈ ബാലൻസിങ് ഫിഗറിൽ ഇവിടെ 2,68,000 ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. 2,00,000. ബാക്കി ഒരു ഇത്തിരി അപ്പൊ എന്തായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി ഇത് ക്യാപിറ്റൽ ആവും. മനസ്സിലായി? പിന്നെ ക്യാപിറ്റൽ എന്നാണ് എമൗണ്ട് മാത്രമേ ഉള്ളൂ. അതായത് ഓണർ ഇത്രയും ഫണ്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ക്യാപിറ്റൽ കിട്ടും. അപ്പൊ ഫസ്റ്റ് ക്യാപിറ്റൽ, കമ്പനിയുടെ തുടക്കത്തിലുള്ള ക്യാപിറ്റൽ 2,38,000. ഇനി നമുക്ക് വേണം എന്ത്? ക്യാപിറ്റൽ അറ്റ് എൻഡ്, അതായത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അല്ല 1 ഇയർ കഴിഞ്ഞു. അപ്പത്തെ നമ്മള് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ക്യാഷ് എത്ര ഉണ്ട് അപ്പൊ ഇനി നോക്കേണ്ട ഏത് കോളാ? ഈ കോളമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത ഈ റെഡിലുള്ള കോളം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്യാഷ് ഇവിടെ എഴുതി. നേരത്തെ അതേപോലെ തന്നെ ഓരോന്നും എഴുതുക. സൺട്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, പ്ലാന്റ് ആൻഡ് മെഷീനറി എല്ലാം എഴുതി. ഏത് വിട്ടുപോയോ? സൺട്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, പ്ലാന്റ് ആൻഡ് മെഷീനറി. സൺട്രി ക്രെഡിറ്റേഴ്സ് എഴുതി. ബിൽസ് പേബിൾ എഴുതി. നേരത്തെ ബിൽസ് പേബിൾ 0 ആയിരുന്നു. ഇപ്പൊ ബിൽസ് പേബിൾ അത് ടാലി ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. അത് നമ്മൾ ഇവിടെ ബാലൻസ് ചെയ്തു. ഇവിടെ ബാലൻസ് ചെയ്ത് 3,15,800 കിട്ടി. ഇവിടെയും ബാലൻസ് ചെയ്തു. ബാലൻസ് ഫിഗർ നമ്മൾ ക്യാപിറ്റൽ ആയിട്ട്. അപ്പൊ ക്യാപിറ്റൽ 2,38,000 നിന്നും ക്യാപിറ്റൽ മാറി എത്ര? 2,76,000. മനസ്സിലായോ? ക്യാപിറ്റൽ അപ്പൊ കൂടിയിരിക്കുകയാണ്. ഇവിടുന്നാണ് എന്ത് ചെയ്തത്? ഈ ഒരു എമൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽ ഇതിലോട്ട് മാറി. ഇനി നമ്മുടെ ഫസ്റ്റ് നേരത്തെ എഴുതിയ ഇക്വേഷൻ എഴുതാം. എന്തായിരുന്നു? പ്രോഫിറ്റ് ആണല്ലോ ഇക്വേഷൻ. ഈ ഇക്വേഷൻ എടുക്കാം. പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ഇക്വേഷൻ ഡ്രോയിങ് പ്ലസ് അഡീഷണൽ ഇത് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? ഇതവിടെ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. പ്രോഫിറ്റ് പ്ലസ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് പ്ലസ് ഡ്രോയിങ്സ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദ ബിഗിനിങ്. അപ്പൊ എത്ര ഉള്ളൂ? അപ്പൊ എന്തായിരുന്നു? പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു, അപ്പൊ ആദ്യം നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. അതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തായിരുന്നു? പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു എന്താ? ക്യാപിറ്റൽ അറ്റ് എൻഡിലുള്ള അവസാനമുള്ള ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ, അതായത് കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ഇത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എമൗണ്ട് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ക്യാപിറ്റൽ അറ്റ് ബിഗിനിങ്. അപ്പോൾ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു, ഇതിൽ നമ്മൾ ഓരോന്ന് ചെയ്യാം. ഫസ്റ്റ് എന്താ? പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ അറ്റ് എൻഡ് എത്ര? ലാസ്റ്റ് അവസാനമാകുമ്പോൾ 2,76,000. അതിന് ഡ്രോയിങ്സ് കൂട്ടണം. ഡ്രോയിങ്സ് എത്ര? 72,000 ഉണ്ട്. അപ്പൊ 72,000 കൂട്ടി മൈനസ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് 20,000 ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 20,000 കുറച്ചു. പിന്നെ ബിഗിനിത്തെ അത്ര 2,38,000. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഇത് നോക്കിയത് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതന്നെ ഈ ഒരു കാര്യം. അപ്പൊ രണ്ടെണ്ണം ആഡ് ചെയ്തു. ഇതേ കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ എഴുതുന്ന എപ്പോഴും നല്ലത് കേട്ടോ. ഞാൻ ഇതേപോലെ എഴുതുന്നേക്കാളും നല്ലത് ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കോളം വരച്ച് സ്റ്റേറ്റ്മെന്റ്സ് മാറാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ക്യാഷ് എത്ര? 2,70,000. ഡ്രോയിങ്സ് ആഡ് ചെയ്തു. അപ്പോൾ 3,48,000 ആയി. ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ കുറക്കണം. സോ അപ്പോൾ ക്യാപിറ്റൽ എത്രയായി? 3,28,800 ആയി. പിന്നെ ഇനീഷ്യൽ തുടക്കത്തിലുള്ള ക്യാപിറ്റലും കുറച്ച് 2,38,000. അപ്പോൾ പ്രോഫിറ്റ് എത്ര? 90,000 രൂപ. അതാണ് നമ്മുടെ പ്രോഫിറ്റ്. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ കാണുന്നത്. ഇതിൽ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്തു പ്രോഫിറ്റ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇല്ലുസ്ട്രേഷൻ 4. ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് സെയിം ഡിറ്റോ സെയിം. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്.
എന്താ കാര്യം നോക്കിയോ, ഇവിടെ ഇല്ലുസ്ട്രേഷൻ 4 നിങ്ങൾ ഇല്ലുസ്ട്രേഷൻ 4 ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇല്ലുസ്ട്രേഷൻ നമ്മൾ നേരത്തെ ചെയ്ത ഇല്ലുസ്ട്രേഷൻ 3 ചെയ്ത പോലെ തന്നെ ചെയ്യും. കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫേസ് ആദ്യം നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്നു, അവിടെ നമുക്ക് ക്യാപിറ്റൽ കിട്ടും. പിന്നെ രണ്ടാമത്തെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, അവിടെ നമുക്ക് വേറൊരു ക്യാപിറ്റൽ കിട്ടും 61,000. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ വിഡ്രോയിങ്സ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് കാണും ലാസ്റ്റ് ഇവിടെ ഡിപ്രീസിയേഷൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതൊന്ന് വർക്കൗട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടി? 22,550. ഇത് ഏതിലൂടെ ആഡ് ചെയ്യണം ഈ പ്രോഫിറ്റ്? നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ക്യാപിറ്റൽ ഫണ്ടിലൂടെ ആഡ് ചെയ്യണം. അത് അവരിവിടെ ആഡ് ചെയ്തിട്ട് അതുകൂടെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ട് എഴുതിയതാണ്. ഓക്കെ, ഡ്രോയിങ്സ് ഒക്കെ കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇത് റിവൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്ത ബാലൻസ് ഷീറ്റിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിനെയാണ് നമ്മൾ പറയുന്നത്. ബാലൻസ് ഷീറ്റിന്റെ മറ്റൊരു പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അതാണ് ഇവിടെ കാണിച്ചത്. ബാക്കിയൊക്കെ ഇവിടെ ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ബാക്കിയൊക്കെ അതേപോലെ മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, സിമ്പിൾ ആണ്. ഇനിയാണ് രണ്ടാമത്തെ മെത്തേഡ്, കൺവേർഷൻ മെത്തേഡ്. എങ്ങനെയാണ് കൺവേർഷൻ മെത്തേഡിലൂടെ നമ്മൾ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എത്തുക എന്നുള്ളത്? യു ഹാവ് ലേൺഡ് നെറ്റ് വർത്ത് മെത്തേഡ് അസേർട്ടിംഗ് ദ ബിസിനസ് റിസൾട്ട്. നെറ്റ് വർത്ത് മെത്തേഡ് ഇപ്പോൾ നമ്മൾ കണ്ടു, that is profit, but under this method certain vital information is not available from incomplete record. ചിലതൊന്നും കിട്ടില്ല, സെയിൽസ് എത്രയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്തി ഏതിലൂടെ, നെറ്റ് വർത്ത് പ്രോഫിറ്റ്. കാരണം അത് നമ്മൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ കണ്ടത്, അത് കറക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ, സംശയമൊന്നും. പക്ഷെ ഇതിൽ കുറെ കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. സെയിൽസ് എത്ര അറിയില്ല, പർച്ചേസ് എത്ര അറിയില്ല, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇതൊന്നും നമുക്ക് അറിയില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പൊ ചെയ്ത മെത്തേഡിലുണ്ട്. പ്രോഫിറ്റ് നമുക്ക് കിട്ടി, പക്ഷെ അത് അക്യുറസി വളരെ കുറവായിരിക്കും, കൃത്യത കുറവായിരിക്കും. അപ്പോ കൺവേർഷൻ മെത്തേഡിൽ കൺവേർട്ടിങ് അക്കൗണ്ട് ഫ്രം ഇൻകംപ്ലീറ്റ് ടു കംപ്ലീറ്റ്. അപ്പൊ എന്താ ഇതിൽ ചെയ്യുന്നത് വെച്ചാൽ കൺവേർഷൻ മെത്തേഡ് കൺവേർട്ട് ചെയ്യാനാണ്. കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യാം? നമ്മുടെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ് അല്ലെ, സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ ഡുവൽ എൻട്രി സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ടാണ് നമ്മളിത് കാര്യങ്ങൾ ചെയ്യുന്നത്. ഫസ്റ്റ് പ്രിപ്പയർ ക്യാഷ് ആൻഡ് ബാങ്ക് സമ്മറി. ആദ്യം നമ്മൾ പ്രിപ്പയർ ക്യാഷ് ആൻഡ് സമ്മറി. ഇഫ് നോട്ട് അവൈലബിൾ പ്രോപ്പർ ഫ്രം വിത്തൗട്ട് ബോത്ത് സൈഡ്സ് അസേർട്ടിംഗ് മിസ്സിംഗ് ഇൻഫർമേഷൻ ഫിഗേഴ്സ്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ക്യാഷ് ആൻഡ് ബാങ്ക് സമ്മറി ഉണ്ടാക്കണം. ക്യാഷ് ഏതിലൂടെ പോകും, ബാങ്കിൽ എത്ര പൈസ വന്നു, എത്ര പൈസ പോയിട്ടുണ്ട്. രണ്ടാമത് പ്രിപ്പയർ ടോട്ടൽ ഡെപ്റ്റ് അക്കൗണ്ട്. ഓരോരുത്തരും പൈസ എത്ര നമുക്ക് തരാനുണ്ട്, നമുക്ക് തരാനുള്ള ഡെപ്റ്റ് തരാം, ഓരോരുത്തരും ഡെപ്റ്റ്. അസേർട്ട് ചെയ്ത മിസ്സിംഗ് ഇൻഫർമേഷൻ, ബിൽസ് റിസീവബിൾസ് ഉണ്ടോ, ബിൽസ് ക്രെഡിറ്റ് സെയിൽസ് ഏതൊക്കെയാണ്, പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം അത് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ അടുത്താണ് ബിൽസ് റിസീവബിൾ എമൗണ്ട് അക്കൗണ്ട്. ബിൽസ് റിസീവബിൾ എത്ര ഉണ്ട്. പിന്നെ പ്രിപ്പയർ ടോട്ടൽ ക്രെഡിറ്റേഴ്സ്, നമ്മൾ എത്ര കൊടുക്കാനുണ്ട്. പിന്നെ ബിൽസ് ടേബിൾ, പ്രിപ്പയർ ബിൽസ് ടേബിൾ എമൗണ്ട്. കാരണം എന്താ, ബിൽസ് ടേബിൾ നമ്മൾ പൈസ അങ്ങോട്ട് എത്ര കൊടുക്കാണ്ടോ. പ്രിപ്പയർ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അഫയേഴ്സ്. ഓപ്പണിംഗ് എന്ന് പറയുന്നത് എന്താ, ബിസിനസിന്റെ തുടക്കത്തിലുള്ള എന്ത് പ്രിപ്പയർ ചെയ്യുക, സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അഫയേഴ്സ്, അതായത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതെന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒരു ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ആക്കി മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ. തിങ്സ് ഫോർ ട്രേസിംഗ് മിസ്സിംഗ് ഫിഗേഴ്സ്. ഇപ്പൊ നോക്കടാ, നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഇതെങ്ങനെയാണ്? പ്രിപ്പയർ ടോട്ടൽ ഡെപ്റ്റ് അക്കൗണ്ട്, ടോട്ടൽ സെയിൽസ് മൈനസ് ക്യാഷ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. അതായിരിക്കും എന്ത്, ക്രെഡിറ്റ് സെയിൽ. ഓക്കെ, ഇവിടെ സെയിൽസിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ അത് ക്യാഷ് സെയിൽ ആയിരിക്കും, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽ ആയിരിക്കും. ഓക്കെ, ക്യാഷ് സെയിൽ. അപ്പൊ ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് മൈനസ് ചെയ്തു സെയിൽസ് റിട്ടേണും. സെയിൽസ് റിട്ടേൺ സെയിൽ അല്ലല്ലോ, സെയിൽസ് റിട്ടേണും മൈനസ് ചെയ്ത ബാക്കിയുള്ള എമൗണ്ട് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, ക്യാഷ് ക്രെഡിറ്റ് സെയിൽ ആയിരിക്കും. ഇനി ക്യാഷ് സെയിൽസ് എങ്ങനെയാണ്? ടോട്ടൽ സെയിൽസ് മൈനസ് നെറ്റ് ക്രെഡിറ്റ് സെയിൽ. അതും കുറഞ്ഞതാണ്. അപ്പൊ നെറ്റ് അതിലായിരിക്കും എന്തുണ്ടാവുക, സെയിൽസ് റിട്ടേൺ കൂടെ കുറക്കും. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ അതിന് 2 കാര്യം കുറക്കണം. ഒന്ന് പറയുന്നത് അതിൽ ക്രെഡിറ്റ് സെയിൽ ഫുള്ള് കുറക്കും വേണം, പിന്നെ റിട്ടേൺ ഉണ്ടെങ്കിലും അത് കുറക്കും. പിന്നെ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, അങ്ങനെയാണ്. അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ബാങ്ക് ഫ്രം അക്കൗണ്ടിങ്. ഇപ്പൊ ക്യാഷ് സെയിൽസ് ആണ് മറ്റൊരു കൂടി ഉണ്ട്, ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ടിങ് സമ്മറിയിൽ നോക്കിയാലും കിട്ടി. അതായത് നമ്മൾ ലോജിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതൊക്കെ എങ്ങനെ കാണാം എന്നുള്ളത് ആലോചിക്കും.
പിന്നെ നെറ്റ് സെയിൽസ് കാണാൻ എന്ത് ചെയ്താൽ മതി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ് ആഡ് ചെയ്താലും മതി. എത്ര രൂപ ചെലവായി, പർച്ചേസിന്റെ അതിന്റെ മുകളിലല്ല നമ്മൾ പ്രോഫിറ്റ്, എന്നിട്ട് പ്ലസ് പ്രോഫിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് ഫ്രം മൈനസ് പ്രോഫിറ്റ് ഓഫ്. ഇത് നമ്മൾ ആൾറെഡി പഠിച്ചത് ഇക്വേഷൻ എവിടെ, ട്രേഡിംഗ് അക്കൗണ്ടിൽ. പിന്നെ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ. പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്, നെറ്റ് സെയിൽസ് ഇൻറ്റു റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്. ക്യാഷ് പർച്ചേസോ പ്രിപ്പയർ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട്. അതായത് എന്താ പറയാ, ക്യാഷും ബാങ്കും ഉള്ള സമ്മറി നോക്കുക. അല്ലെങ്കിലോ ടോട്ടൽ പർച്ചേസ് മൈനസ് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ്. അതിന് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ അതിന് പർച്ചേസ് എടുക്കുന്നതിന് നമ്മൾ കുറയ്ക്കും. ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് തരാം, ജസ്റ്റ് ഒന്ന്. സോ നോക്കിക്കോ, ഇവിടെ നമ്മൾ സിംഗിൾ എൻട്രീനെ നമ്മൾ എന്ത് ചെയ്യാം, ഡബിൾ എൻട്രി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് സെയിൽ, ക്രെഡിറ്റ് സെയിൽ അതെങ്ങനെ കണ്ടുപിടിക്കുക, നമുക്ക് ടോട്ടൽ സെയിൽ അറിയാമെന്ന് വിചാരിക്കും. ഒന്ന് പറയുന്നത് പ്രിപ്പയർ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഡെപ്റ്റേഴ്സ് നമുക്ക് എത്ര പൈസ തരാണ്ടെന്ന് അറിഞ്ഞതിന് മനസ്സിലാവും, അതൊക്കെ എന്താണ്, ക്രെഡിറ്റ് സെയിൽ ആണല്ലോ. അപ്പോൾ ആ ഡെപ്റ്റേഴ്സിനോട് ഈക്വൽ ആയിരിക്കും ക്രെഡിറ്റ് സെയിൽ. അതെ. രണ്ടാമതാണ് ടോട്ടൽ സെയിൽ. ടോട്ടൽ സെയിൽ എന്ന് ഏത് മൈനസ് ചെയ്യുക, ഇവിടെ കാണുന്നുണ്ടല്ലോ, മൈനസ് ക്യാഷ് സെയിൽ. ക്യാഷ് സെയിൽ ഫുള്ള് കുറക്കുക, പിന്നെ സെയിൽസ് റിട്ടേൺ കുറക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബാക്കിയുള്ളതൊക്കെ ക്രെഡിറ്റ് സെയിൽ ആയിരിക്കും. ഇനി ക്യാഷ് സെയിൽ എങ്ങനെയാണ്, ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ടിൽ സമ്മറി. ക്യാഷും ബാങ്ക് അക്കൗണ്ടിൽ സമ്മറി നമ്മൾ ചെക്ക് ചെയ്യുക, ഇതിൽ ഏതൊക്കെയാണ് സെയിൽ നോക്കുക, എന്നിട്ട് എമൗണ്ട് എല്ലാം കൂടെ ആഡ് ചെയ്താൽ ക്യാഷ് കയ്യിൽ വന്നിട്ടുണ്ടോ, ക്യാഷ് സെയിൽ വെച്ചാൽ ക്യാഷ് കിട്ടണ്ടേ. പിന്നെ ടോട്ടൽ സെയിൽസ് മൈനസ് നെറ്റ് ക്രെഡിറ്റ് സെയിൽ. ടോട്ടൽ സെയിലിൽ നിന്നും നെറ്റ് ക്രെഡിറ്റ് സെയിൽ. നെറ്റ് ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, നെറ്റ് ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുമ്പോൾ ഈ നെറ്റ് പറയുന്നത് എന്താണോ, സെയിൽസ് റിട്ടേൺ കൂടെ കുറയുന്നതുകൊണ്ടാണ് നെറ്റ് ക്രെഡിറ്റ് സെയിൽ. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസും കുറക്കണം, പിന്നെ ഇത് സെയിൽസ് റിട്ടേൺ കൂടെ കുറക്കണം. ഇനി നെറ്റ് സെയിൽസ് എങ്ങനെയാണ്, ക്യാഷ് സെയിലും ആഡ് ചെയ്യുക, ക്രെഡിറ്റ് സെയിലും ആഡ് ചെയ്യുക, മൈനസ് സെയിൽസ് റിട്ടേൺ. പിന്നെ അല്ലെങ്കിലോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് നമ്മൾ അതിനെ സപ്പോസ് ഒരു സാധനം 10 രൂപക്ക് മേടിച്ചിട്ട് നമ്മൾ 15 രൂപക്ക് വിൽക്കണമെന്ന് വിചാരിച്ചു. 10 രൂപക്ക് മേടിച്ചിട്ട് 15 രൂപക്ക് വിൽക്കുന്നു. സോ ഇവിടെ 5 രൂപയല്ലേ പ്രോഫിറ്റ്. അപ്പോൾ ഈ സെയിൽ എമൗണ്ട് കാണാൻ ഈ 10 + 5 കൂട്ടിയാൽ പോരെ. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അപ്പോൾ ഇവിടെ 10, പ്രോഫിറ്റ് 5, അപ്പോൾ അതിന്റെ ബേസ് എത്രയും 15. അതേമാതിരി നമുക്ക് എന്ത് കാണാം, സെയിൽസ് കാണാം. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇത് നമ്മൾ എവിടെ പഠിച്ചതാ, ട്രേഡിംഗ് അക്കൗണ്ടിൽ പഠിച്ചതാ. അങ്ങനെയാണ്. അല്ലെങ്കിലോ നെറ്റ് മൈനസ്, നേരത്തെ ഇതിൽ പറയാച്ചാൽ 15ന് 5 പ്രോഫിറ്റ് ആണ്, അപ്പോൾ 10 അവിടെ എന്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പറഞ്ഞാൽ എന്താ, പർച്ചേസ് പ്ലസ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് അത് കൂടുന്നത് കോസ്റ്റ്. പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് സെയിലിൽ നിന്നും ടോട്ടൽ സെയിലിൽ നിന്നും, അതായത് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ എപ്പോഴും കുറക്കണം, മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്സ്പെൻസും ഇതെല്ലാം കൂടെ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അല്ലെങ്കിലോ നെറ്റ് സെയിൽസ് ഇൻറ്റു റേഷ്യോ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ. നമുക്ക് നോക്കണം സെയിൽസിന്റെ മുകളിൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്, നല്ല പ്രോഫിറ്റ് പറയുന്നത്. അപ്പോൾ 20%, 100 രൂപേന്റെ സാധനം 20% പ്രോഫിറ്റ് ആണെങ്കിൽ ആ 100ന്റെ 20% കണ്ടാൽ മതി. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 20 റുപ്പീസ് ആണ് നമ്മൾ അവിടെ എന്ത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എങ്ങനെ കാണാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ അടുത്ത ലാസ്റ്റ് വന്നാണ് ക്യാഷ് പർച്ചേസ്. ക്യാഷ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പർച്ചേസിനും ഒന്നല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് കുറക്കും, അപ്പോൾ ക്യാഷ് പർച്ചേസ് കിട്ടും. അതാണ് നമ്മുടെ പറഞ്ഞത്. രണ്ടാമത്തതോ പ്രിപ്പയർ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് സമ്മറി. ക്യാഷും ബാങ്കും അക്കൗണ്ട് സമ്മറി എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, പർച്ചേസസ് ഏതൊക്കെയാണ് നോക്കിയിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് പർച്ചേസസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിന് ഫൈൻഡ് ചെയ്യുക നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തതാണ് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ്. എത്ര നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടി, അതായത് ക്രെഡിറ്റ് പർച്ചേസ് എത്ര ആയി കിട്ടിയത് എങ്ങനെ അറിയാം, പ്രിപ്പയർ ടോട്ടൽ ക്രെഡിറ്റ് അക്കൗണ്ട്. എത്ര ആൾക്കാർ നമ്മൾ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കടത്തിന് മേടിച്ചെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അതായത് അവർക്ക് എത്രയാണ് കൊടുക്കാനുള്ളത്, അതിന് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ്. പിന്നെയോ ടോട്ടൽ പർച്ചേസിന് ക്യാഷ് പർച്ചേസ് കുറക്കുക, പർച്ചേസ് റിട്ടേണും കുറക്കുക, ബാക്കിയുള്ളതായിരിക്കും എന്ത്, ക്രെഡിറ്റ് പർച്ചേസ്. പിന്നെ ഇനി നെറ്റ് പർച്ചേസ്. നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ്. ക്യാഷ് പർച്ചേസും പ്ലസ് ക്രെഡിറ്റ് പർച്ചേസും രണ്ടും കൂടെ ആഡ് ചെയ്യാം. ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. അതിനെന്ത് ചെയ്യുക, പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുക. അപ്പോൾ ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ്. ക്യാഷ് പർച്ചേസ് എന്താ,
ക്യാഷിന് മേടിച്ചതും ക്രെഡിറ്റ് പർച്ചേസും അവിടെ രണ്ടും പാടെ ആഡ് ചെയ്തിട്ട് അതിന് പർച്ചേസ് റിട്ടേൺ കുറച്ച് എന്ത് കിട്ടും, നെറ്റ് പർച്ചേസ്. കാരണം ക്യാഷ് പ്രൈസ് രണ്ട് തരം പർച്ചേസ് ഉണ്ട്, ഒന്ന് ക്യാഷ് പർച്ചേസും പിന്നെ ക്രെഡിറ്റ് പർച്ചേസ്, രണ്ടും കൂടെ ആഡ് ചെയ്യും എന്നിട്ട് അതിന് പർച്ചേസ് റിട്ടേൺ കുറയും. പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര? ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളതുണ്ടാവില്ല, അത് ആഡ് ചെയ്യുക മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അങ്ങനെ ചെയ്താലും നമുക്ക് എന്തെന്നെ കിട്ടുക, നെറ്റ് പർച്ചേസ്. മനസ്സിലായോ? ഇനി അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഇനി പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്. എത്ര പേയ്മെന്റ്സിന് ക്രെഡിറ്റേഴ്സ്? ഒന്ന് പറയുന്നത് ടോട്ടൽ ക്രെഡിറ്റ്സ് അക്കൗണ്ട്. ക്രെഡിറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും എത്ര ക്രെഡിറ്റേഴ്സ് നമ്മൾ പേയ്മെന്റ് കൊടുത്തത്. പിന്നെയോ അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് സമ്മറി ചെക്ക് ചെയ്താലും എന്ത് കിട്ടും, പേയ്മെന്റ്സ് ക്രെഡിറ്റ്. അതായത് കടത്തിന് മേടിച്ചിട്ട് എത്ര അതിന് പൈസ കൊടുക്കും. പിന്നെ കളക്ഷൻ ഫ്രം ദ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് നമുക്ക് എത്ര തന്നു എന്നാൽ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ചെക്ക് ചെയ്യുക, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിലോ ക്യാഷ് ആൻഡ് ബാങ്ക് സമ്മറി ഉണ്ട്. ദീസ് ആർ ദ കീ ഓപ്ഷൻസ്. ഒക്കെ എല്ലാത്തിനും പല പല ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും കണ്ടെത്തുന്നത്. ഇതെന്തിനാ ഇങ്ങനെ കണ്ടെത്തണം നമ്മൾ പഠിച്ചത്? ടു കൺവേർട്ട് സിംഗിൾ എൻട്രി ടു എന്ത് കംപ്ലീറ്റ് എൻട്രി. അപ്പൊ ഇങ്ങനെയാണ്. കുറെ മിസ്സിംഗ് ഉണ്ടാവും. നമ്മൾ ഇപ്പൊ സിംഗിൾ എൻട്രി ആകുമ്പോൾ കുറെ മിസ്സിംഗ് ഐറ്റംസ് ഇല്ലേ, നെറ്റ് പർച്ചേസ്, നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഒക്കെ ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മളിത് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കുറച്ചുകൂടെ ലെങ്തി പ്രോസസ്സാണ്. സോ എനിക്ക് തോന്നുന്നത് ഈ ഒരു സെക്ഷനിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അടുത്തൊരു സെക്ഷനോട് താമസിക്കാം. ഓക്കെ, അതുവരേക്കുള്ളത് ഇതുവരെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു